മടിക്കൈ കുഞ്ഞിക്കണ്ണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്കൽ സയൻസ് അധ്യാപികയും ഈയിടെയായി 2 കഥാസമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ച അതിയാമ്പൂർ സ്വദേശിനിയുമായ ശാലിനി വിനോദ് താൻ എഴുതിയ ബെസ്റ്റ് സെല്ലറായി 6ാം പതിപ്പിലെത്തി നിൽക്കുന്ന പ്രണയകാവൽ 2ാം പതിപ്പിലെത്തിയ സ്നേഹോപനിഷത്ത് എന്നീ 2 പുസ്തകങ്ങളുമായി വിഷ്ണുമംഗലം നടുവട്ടം വയലിലെ അഖിൽ രാജ് സ്മാരക ഗ്രന്ഥാലയത്തിലെത്തിയപ്പോൾ അവിടെ ലൈബ്രറി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ലൈബ്രറി പ്രവർത്തകർ. കാര്യമന്വേഷിച്ചപ്പോൾ ലൈബ്രറിയുടെ അംഗീകാരത്തിനായി 200ഓളം പുസ്തകങ്ങളുടെ കുറവുണ്ടെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. അന്നേ ദിവസം വീട്ടിലെത്തി ഇതിൽ തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാലോചിച്ചപ്പോൾ ഒരു നാടിന് ആകെ അക്ഷരവെളിച്ചം പകരുന്നതിനായി ആ നാട്ടിൽ ജീവിച്ച് അധ്യാപന ജീവിതം നയിച്ച പൊതുപ്രവർത്തകനും വലിയച്ഛനുമായ തളാപ്പൻ നാരായണൻ മാസ്റ്ററുടെയും അമ്മ പോസ്റ്റൽ വകുപ്പിൽ നിന്നും വിരമിച്ച പോസ്റ്റൽ ഉദ്യോഗസ്ഥ വി രമണിയുടെയും സ്മരണയ്ക്കായി ലൈബ്രറിയുടെ അംഗീകാരത്തിന് ആവശ്യമായ മുഴുവൻ പുസ്തകങ്ങൾ സൂക്ഷിക്കുന്നതിനാവശ്യമായ അലമാരയും നൽകാൻ തീരുമാനിച്ചു. അകാലത്തിൽ മരിച്ച ഓട്ടോ തൊഴിലാളിയായ രാജന്റെ ചിരകാല അഭിലാഷമായിരുന്നു അകാലത്തിൽ പൊലിഞ്ഞ മകൻ അഖിൽ രാജിന്റെ പേരിൽ ഒരു ഗ്രന്ഥശാല സ്ഥാപിക്കുക എന്നുള്ളത്. ഈ 200ഓളം പുസ്തകങ്ങൾ ലഭിച്ചതോടെ അംഗീകാരമുള്ള ലൈബ്രറി എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് അഖിലിന്റെ കുടുംബവും ഒരു ഗ്രാമവും. ശാലിനി എഴുതിയ 2 പുസ്തകങ്ങൾ ഉൾപ്പെടെ 45,000-ഓളം രൂപ വില വരുന്ന 200-ൽ അധികം പുസ്തകങ്ങളും അത് സൂക്ഷിക്കാനുള്ള അലമാരയും ലൈബ്രറി പ്രവർത്തകർക്ക് കൈമാറി അധ്യാപികയും എഴുത്തുകാരിയുമായ ശാലിനി ടീച്ചർ മാതൃകാ പ്രവർത്തനം നടത്തി. രണ്ടുപേരുടെയും അറിവും സ്നേഹവും നിറയെ പകർന്നു തന്ന് എനിക്ക് വഴികാട്ടികളായ 2 പേരുടെയും പാവന സ്മരണയ്ക്കു മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഈ അഖിൽ രാജ് വായനശാല അഖിൽ രാജ് സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിലേക്ക് ഞാൻ 45,000 മുഖവില വരുന്ന പുസ്തകങ്ങളും അതുപോലെ ഒരു ഷെൽഫും അവരുടെ ഓർമ്മയ്ക്കായി സമർപ്പിക്കുന്നു. അതുപോലെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഈ നമ്മുടെ അതായത് അഖിൽ രാജിൻ്റെ അച്ഛൻ്റെ അങ്ങേയറ്റത്തെ ആഗ്രഹമായ ഈ സ്മാരക വായനശാല ഇനിയും നല്ല നല്ല ഉയരങ്ങളിലെത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് നമ്മളെ ഗ്രന്ഥാലയത്തിന് ആദ്യമായിട്ട് നമ്മളിപ്പം 1000 പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ അഫിലിയേഷൻ്റെ കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. അതിന് ഇപ്പോൾ പൂർണ്ണമായിരിക്കണം, അതിനെ കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ അടുത്ത സുഹൃത്തും ദുർഗ ഹൈസ്കൂളിലെ അധ്യാപകനുമായ വിനോദ മാഷും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ശാലിനി വിനോദും നമുക്ക് 200-ലധികം പുസ്തകവും ഒപ്പം തന്നെ ഈ ഷെൽഫും സംഭാവന ചെയ്തിട്ടുണ്ട്. ഈ നാട്ടിൻ്റെ ഈ ഗ്രാമവാസികളുടെ അവരുടെ അറിവിനും അവരുടെ മനസ്സിലൊക്കെ കുളിർമയേകുന്ന ഏറ്റവും സന്തോഷകരമായ കാര്യം അതിൽ പുസ്തകം ശാലിനി വിനോദ് എന്ന ടീച്ചർ എഴുതിയ പുസ്തകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്ക് എല്ലാവിധ ആശംസകളും അതുപോലെ ഞങ്ങൾ ഈ ഗ്രന്ഥാലയത്തിൻ്റെ നന്ദിയും അറിയിച്ചുള്ളൂ. ലൈബ്രറി പ്രസിഡന്റ് എം ബാലൻ, സെക്രട്ടറി വി നാരായണൻ നായർ വിഷ്ണുമംഗലം, മെമ്പർമാരായ വി ബാലൻ, കെ നിതിൻ കുമാർ, ലൈബ്രറിയൻ അനിതാ ബാബു, വിനോദ് പുറവങ്കര, ടി കൃഷ്ണൻ നായർ, ടി ബാലൻ, വേണു വിഷ്ണുമംഗലം, വി രാഘവൻ നായർ, വി ഗംഗാധരൻ, ബാബുരാജ് പുറവങ്കര, വി ഗീത, വി സരോജ, വി സൗമ്യ, വി ദിവ്യ, അഞ്ജന മഹേഷ്, സുനിത രാജൻ, കെ രാധ, കെ നളിനി, നവനീത്, നിവേദ്, യദു എന്നിവർക്കൊപ്പം കുടുംബാംഗങ്ങളും നാട്ടുകാരും പുസ്തക നിധി കൈമാറ്റ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.